നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അളിയാ, കന്യാകുമാരിയിലേക്ക് ഒരു ട്രിപ്പ് പോണല്ലോ. അളിയന്റെ വണ്ടിയിൽ ഞങ്ങളെ കൂടി എടുക്കോ? വഴി വെച്ച് മയക്ക കോവളത്തേക്ക് കൊണ്ടുപോകരുത്. അതിന് അളിയൻ മയങ്ങാൻ നമ്മൾ മഞ്ചാടിക്കുരു ഒന്നുമല്ലല്ലോ. നീ കുറെ നേരം ആയല്ലോ അളിയാന്ന് വിളിക്കുന്നു. ഏത് വകയിലടാ ഞാൻ നിന്റെ അളിയനാ വന്നേ? ഞാൻ നിന്റെ സീനിയറാ. അത് കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ ജൂനിയർ നാളത്തെ സീനിയർ ആണല്ലോ. എന്റെ ഗോകുലണ്ണൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച പെണ്ണ മഞ്ചാടി. അതുകൊണ്ട് അണ്ണൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവളെ ഞാൻ പെങ്ങളെ പോലെ കാണണമെന്ന്. ആ പെങ്ങളെ നീ അടിച്ചു മാറ്റിയാ എനിക്ക് നീ അളിയനാ ജീവാ. മതിയടാ, ഒരുപാട് അറമാദിക്കണ്ട. നിന്റെ ഗോകുലണ്ണൻ ജയിലിൽ നിന്ന് വരുമ്പോ അവന്റെ പെണ്ണിനെ അവനോട് തന്നെ എടുത്തോളാൻ പറ. എനിക്ക് അതുവരെ മതിയവളെ. അങ്ങനെ നിന്റെ ഉച്ചിഷ്ടം കഴിക്കുന്നവനാണ് ഗോകുലനെന്ന് നീ കരുതണ്ട ജീവാ. അത് വേറൊരു ജനസാ. നിന്റെ ഒരു ഗോൾഡൻ ചാൻസ് ഗോകുലണ്ണൻ കോളത്ത് ഇല്ലാതാക്കിയെങ്കിൽ ഇനി അണ്ണൻ ജയിലിൽ നിന്ന് വരുന്നതേ നിന്റെ ജീവൻ എടുക്കാനായിരിക്കും. എന്താടാ പിള്ളേരെ ഉടക്കാൻ വന്നാണാ? ആ ഗോകുലിന്റെ ഫാൻസാ. അവനുണ്ടല്ലോ ആ അർജുൻ, ആ തെണ്ടിയെ സൂക്ഷിക്കണം. അവൻ എന്ത് ചെയ്യാനാടാ? മഞ്ചാടി നിന്റെ കൂടെ ഉള്ളപ്പോ ഗോകുല് ജയിലിൽ നിന്ന് വന്നാൽ പോലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ എന്റെ പേടി യുവന്മാര് മഞ്ചാടിയെ പറഞ്ഞ് തിരുത്തുവന്ന. ഞാൻ അവളെ മനഃപൂർവ്വം പൊക്കിയതാണെന്ന് യുവന്മാർക്കറിയാം. നമുക്ക് വേണമെങ്കിൽ ടീമിനെ ഇറക്കി അവന് വേണ്ടി ഒരു മാച്ച് നടത്താൻ പറയാം. കയ്യും കാലും ഒടിഞ്ഞ 3 മാസം അവന് കോളേജിലേക്ക് വരാൻ പറ്റില്ല. തൽക്കാലം അത് വേണ്ട. എന്നെ അവന്മാരെ തല്ലി പരുവാക്കിയപ്പോഴാ മഞ്ചാടിക്ക് എന്നോടൊരു ഇഷ്ടം തോന്നിയത്. ആ സിമ്പതി അവന്മാരിലേക്ക് പോകാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? അല്ല, നീ ആ ഫോണിനെ കുറിച്ച് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചോ? ഇല്ല, ഇടയ്ക്ക് അവിടുത്തെ മാനേജറെ വിളിച്ച് ഒരു സൗഹൃദം പുതുക്കി. വാടാ, നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. കോളം വരെ ഒരു ഡ്രൈവ് ആവും. എന്താ? ഞാൻ ഫസ്റ്റ് അവർ കഴിഞ്ഞിട്ട് ഇറങ്ങാം. അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, നീ പോയിട്ട് വാടാ. സോനെ, നീ ശ്യാമിനോട് സീരിയസ് ആയി തന്നെ സംസാരിക്കണം. അച്ഛനെ വിളിച്ചിട്ട് കിട്ടാത്ത സ്ഥിതിക്ക് ശ്യാമേണ്ണ എന്ത് ചെയ്യാനമ്മേ? എടി, നീ വെറുതെ ഇങ്ങനെ തണുപ്പം ഭാവത്തിലിരുന്ന എങ്ങനെയാടി? അല്ല, ഇതിപ്പോ എത്ര നാളായി? കാര്യങ്ങൾക്കൊരു തീരുമാനം ആവണ്ടേ? അതിനെന്ത് വേണമെന്ന് അമ്മ പറയുന്നേ? എടീ, ആ രഘു ജയിലായ സ്ഥിതിക്ക് അവനെ രക്ഷിക്കാൻ മാഷ് പെട്ടെന്ന് തന്നെ ആ വീട് വെക്കും. നമുക്ക് മുന്നേ ആരെങ്കിലും പണമായിട്ട് ചെന്നാ ആ വീട് നമുക്ക് നഷ്ടാവും. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ശ്യാമിനെ പറഞ്ഞ് ഹൈദരാബാദിലേക്ക് ഒന്ന് വിട്. എടീ, അവൻ പോയി അച്ഛനെ കണ്ടിട്ട് കാശിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. അമ്മയ്ക്കിത് എന്താ? ശ്യാമേട്ടനെ എങ്ങോട്ടും പറഞ്ഞയക്കാൻ പറ്റില്ല. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവിതം കെട്ടിപ്പടുത്തുകൊണ്ട് വരുന്നതേ ഉള്ളൂ ഞാൻ. ഇനി അത് തല്ലിക്കെടുത്താൻ എനിക്ക് പറ്റില്ല. അമ്മ പറയുന്ന പോലെ എന്റെ കുഞ്ഞിനും അച്ഛനും അമ്മയും വേണം. അച്ഛന്റെ അമ്മയുടെ സ്നേഹം അറിഞ്ഞു തന്നെ അവള് വളരണം. അതുകൊണ്ട് കൂടിയാ ഞാൻ പറയുന്നത്. എനിക്ക് ശ്യാമേട്ടനെ പറഞ്ഞേക്കാൻ പറ്റില്ല. ഇടിയോ, ഒപ്പം പിന്നെ എങ്ങനെയാടി കാര്യങ്ങൾ നടക്കുന്നേ? ശ്യാമിന്റെ അച്ഛന്റെ കയ്യിലെ 24 കോടി കണ്ടിട്ടാ ഞാൻ ആ വീട് വാങ്ങാൻ തീരുമാനിച്ചേ. അമ്മയ്ക്ക് എന്തിനാ അവരുടെ വീട്? അമ്മയുടെ വാശി. ഇങ്ങനെ പക കൊണ്ടു നടക്കാൻ അവർക്ക് എന്തോ ദ്രോഹം അമ്മയോട് ചെയ്തേ.
ശരിയാ, ഞാൻ കണ്ട കാലം മുതൽ തുടങ്ങിയതാ ആന്റിക്ക് അനുവേട്ടത്തോടും കുടുംബത്തോടുള്ള ഈ വൈരാഗ്യം. എന്റെ അറിവിൽ അവർ നമ്മുടെ കുടുംബത്തിന് നന്മയില്ലാതെ ദോഷമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ ഈ പക കാത്തു സൂക്ഷിക്കുന്നേ? നാളെ ആന്റിക്ക് ഒരു ആവശ്യം വന്നാ ആദ്യം ഓടി വരുന്നത് അനുചേച്ചി തന്നെയായിരിക്കും, അതുറപ്പാ. ഓ, നീ ആദ്യമേ നിന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കേ. അതെ, നിന്റെ അച്ഛൻ 24 കോടിയുടെ കണക്കും പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചിട്ടാ ഇവിടെ ഒന്നും പോയത്. ആദ്യം നീ അയാളെ വിളിച്ച് കാര്യം തിരക്ക്. മിക്കവാറും അയാള് ആ പണം മുഴുവൻ ഒറ്റയ്ക്ക് വിഴുങ്ങിക്കാണും. ആന്റി എന്തൊക്കെയായി പറയുന്നേ? നിനക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? പിന്നെ ഒന്നും കാണാതെയാണോ നിന്നെ ഞാൻ എന്റെ മോളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്? ഇവളുടെ ഭാവി എനിക്ക് സുരക്ഷിതമാക്കിയേ പറ്റൂ. അതിനാ പണത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം അറിയണം. അമ്മ ഇതിനാവശ്യമില്ലാതൊക്കെ പറയുന്നേ. എനിക്ക് പണം വേണ്ടെങ്കിലോ? അത് നീയാണോടി തീരുമാനിക്കുന്നത്? ഇത്രയും നാളെ നീ ഇവനെയും വേണ്ടെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? നിനക്കിപ്പോ ഇവനെ ഇവന്റെ അച്ഛനടുത്തേക്ക് വിടാൻ പോലും സാധിക്കില്ല അല്ലേ? ദേ, ഇവന്റെ അച്ഛന്റെയും വാക്ക് വിശ്വസിച്ച് ഞാനിപ്പോ ആരായടി? ഞാൻ എപ്പോഴാ ആന്റിക്ക് അങ്ങനെ ഒരു വാക്ക് തന്നത്? അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എന്തോ ചെയ്യാനാ? ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? ജോടാ, നിന്റെ അച്ഛനെ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് എനിക്കറിയാം. സുശീലി അങ്ങനെ മണ്ടിയാക്കാവുന്ന ആരും വിചാരിക്കണ്ട. ശ്യാമേണ്ട ഇതൊന്നും കാര്യാക്കണ്ട. അമ്മയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ. എനിക്ക് പോവാൻ സമയേ. ഞാൻ റെഡി ആവട്ടെ. നീ എന്തായാലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചതേ, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ. ശരി ശബരീട്ട, ശബരീട്ടും കൂടെ വാ. ശബരീട്ട, ഇത് വിനയേട്ട. വിനയ, എന്താ കണ്ടിട്ടൊന്നും മിണ്ടാത്തത്? ഞാനെന്താ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾക്കൊക്കെ ഞാൻ അന്യനല്ലേ? അങ്ങനെ ആരാ പറഞ്ഞത്? വിനയനല്ലേ ഓരോ കാര്യങ്ങൾ സങ്കല്പിച്ചു കൂട്ടി മാറി നിൽക്കുന്നത്? അതെ, എല്ലാം എന്റെ സങ്കല്പമാണ്. ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ശബരിയേട്ടൻ എന്തിനാ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേ? ഒന്നും അറിയാത്ത ഭാവം നടിച്ചു നടക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പിന്നെ രഘുവേട്ടൻ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായതിന്റെ സങ്കടം കൊണ്ട് കൂടിയാ. സങ്കടം എല്ലാവർക്കും ഉണ്ട്. ദേ, നിന്റെ അമ്പിളി ചേച്ചിയും ഞാനും ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് പണം കൊടുത്താ രഘുവിനെ വിട്ടുകിട്ടൂല്ലോ എന്നുള്ള ഒറ്റ പ്രതീക്ഷയില്ല. അതിനുവേണ്ടി കിട്ടുന്ന വിലയ്ക്ക് ഈ വീട് വിൽക്കാനാ എന്റെ തീരുമാനം. സാർ ഇതെന്താ ഈ പറയുന്നത്? അങ്ങനെ കിട്ടുന്ന വിലയ്ക്ക് പഞ്ചരത്നം വീട് വിൽക്കാൻ തീരുമാനിച്ചോ? ആനന്ദ് മാഷിന് ഇത് എന്ത് പറ്റി സാറേ? അണ്ണന്റെ ഇപ്പോഴത്തെ സാഹചര്യം അതാ. രഘുവിന്റെ അവസ്ഥ വളരെ കഷ്ടത്തിലാണ്. പണം വേണം,
അത് കൊടുക്കാതെ ജാമ്യം പോലും കിട്ടില്ല. ഈ സാഹചര്യത്തിൽ അണ്ണൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ വേറെ എന്ത് ചെയ്യും? എന്നാലും അത് വലിയ മണ്ടത്തരമല്ലേ സാർ? അത്യാവശ്യം കാണിച്ച് കച്ചവടത്തിന് നിന്നാൽ വിചാരിക്കുന്ന വിലയൊന്നും കിട്ടില്ല. അത് മാത്രമല്ല, മാഷ് ആളൊരു ശുദ്ധന, ആളുകളെ എളുപ്പത്തിൽ പറ്റിക്കും. എന്ത് ചെയ്യാനാ വിജയ? ഇപ്പോഴത്തെ കണ്ടീഷനില് എനിക്കും റോഡിങ് നടത്താൻ പറ്റില്ല. നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിന് സമ്മതിക്കുമെന്ന് വിജയന് തോന്നുന്നുണ്ടോ? ശോ, എന്നാലും ഇത് വലിയ കഷ്ടമായി പോയല്ലോ സാറേ. ബ്രോക്കർമാരെ ഏൽപ്പിച്ച അത്യാവശ്യം വില കിട്ടും. പക്ഷേ ആളുകൾ വീട്ടിൽ കയറി ഇറങ്ങുന്നതിനോട് അണ്ണൻ ഒട്ടും താല്പര്യമില്ല. അതിനല്ലേ സാറേ ഞാനിവിടെ ഉള്ളത്. എന്റെ സാറേ, ഞാൻ വിചാരിച്ച നല്ല ഉഗ്രം പാർട്ടിയെ കൊണ്ടുവരാൻ പറ്റും. തെറ്റില്ലാത്ത വിലയും കിട്ടും. സാറ് ഒരു സമ്മതം മൂളിയെ മാത്രം മതി. എന്താന്ന് വെച്ചാ വിജയൻ ആലോചിച്ചിട്ട് ചെയ്തോ. അണ്ണന് നഷ്ടം വരരുത്. ആ പാവത്തിന് പണത്തെക്കാളും വീടിനേക്കാളും വലുത് മക്കളുടെ സന്തോഷവും സുഖവും മാത്രമാണ്. അതാണ് രഘുവിന് വേണ്ടി ആയുള്ള വീട് വിൽക്കാൻ തയ്യാറാകുന്നത്. അതെനിക്കറിയാം സാറേ. അതുകൊണ്ടുകൂടിയാ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. ഏതെങ്കിലും ഒരു നല്ല പാർട്ടിക്ക് വീട് കൊടുത്താൽ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് കുറച്ച് കാശ് മാഷിന് മിച്ചം പിടിക്കാനും പറ്റും. എങ്കിലല്ലേ ചെറുതാണെങ്കിലും ഒരു വീടുണ്ടാക്കാനോ വാങ്ങാനോ സാധിക്കുള്ളൂ. താൻ പറയുന്നൊക്കെ ശരിയാ, എല്ലാം ഒത്തു വന്നതോ. പക്ഷെ ആ സുശീല വന്ന് എല്ലാം കുളവാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെയുണ്ട് ഒരു തള്ള. ഇപ്പോ നമ്മുടെ ആവശ്യം അറിഞ്ഞ് ആരെങ്കിലും വന്നാലും വിചാരിക്കുന്ന വില കിട്ടുമെന്നാണ് എന്റെ സംശയം. ആ, അതല്ലേ ഞാൻ പറഞ്ഞത്. സാർ അത് മറന്നേക്ക്. പാർട്ടിയെ ഞാൻ കൊണ്ടുവരും. അറിഞ്ഞു വെച്ചോണ്ട് മാഷ് ചതിക്കപ്പെടാൻ നമ്മൾ സമ്മതിക്കരുത്. ശരി, താൻ എന്തായാലും ആളെ കൊണ്ടോ, നമുക്ക് നോക്കാം. ഓക്കെ സാർ. എങ്കിൽ പിന്നെ ഞാനിരിക്കുന്നില്ല. 1-2 പേരെ കാണാനുണ്ട്. ഞാൻ ഇറങ്ങട്ടെ സാറേ. ശരി വിജയ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പനെ വിളിച്ചോ. ഓ, ഓക്കെ സാർ. ഓക്കെ. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാ കാണണമെന്ന് പറഞ്ഞു. എന്തോ അത്യാവശ്യമാണെന്ന് സാറിന്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. ഗൂഗിളിന്റെ കാര്യം സംസാരിക്കാനാണ് ഞാൻ തന്നെ വിളിച്ചത്. ഗൂഗിളിന്റെയോ? അതെ. ഇന്ന് ആ ജീവൻ രാജ് ഒരു ഫോൺ അന്വേഷിച്ചു വന്നു. അയാളുടെ കൂടെ മറ്റൊരാളുണ്ടായിരുന്നു. ഫോണോ? അങ്ങനെ ഒരു ഫോൺ തിരക്കി ഇത്രയും ദിവസത്തിന് ശേഷം വരണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. അതെ, എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നാതിരുന്നില്ല. അതാ ഞാൻ ഹേമന്തിനെ അറിയിക്കാന്ന് കരുതിയത്. ഗോകുലിന് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് ഇതുവരെ സാധിച്ചില്ല. എന്നാൽ ഈ വിവരം ഒരുപക്ഷെ അയാൾക്ക് അനുകൂലമായി മാറിയാലോ എന്നൊരു സംശയം. ആ അതെ സാർ. പക്ഷേ ആ ഫോൺ കിട്ടിയാലല്ലേ കാര്യം അറിയാൻ പറ്റൂ. അതിന്റെ കാര്യത്തിലും ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിലെ റൂം ബോയായ ബാബുക്കുട്ടന്റെ കയ്യിൽ ആ ഫോൺ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഈ ബാബുക്കുട്ടൻ ഇപ്പോഴും ഹോട്ടലിലുണ്ടോ? ഇല്ല, അയാൾ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് നാട്ടിൽ പോയിരിക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ജീവൻ അന്വേഷിക്കുന്ന ഫോണിനെ കുറിച്ച് ഗോകുലിന് അറിവുണ്ടായിരിക്കുമെന്ന്. അന്ന് ആ റൂമിൽ നടന്നത് കൃത്യമായി അറിയാവുന്നത് ഗോകുലിനും ആ ജീവനുമാണ്. അതെ, ഞാൻ ഏതായാലും ഗോകുലിനൊന്ന് പോയി കാണാം. അങ്ങനെ ഒരു ഫോണിനെ കുറിച്ച് അവനെന്തെങ്കിലും അറിയാമെന്നോ അപ്പോൾ അറിയാലോ. അതെ, പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കേസ് മൂലം നമ്മുടെ ഹോട്ടലിന് ഒരു പേരുദോഷം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി മനസ്സിൽ വെക്കണം. ശരി സാർ, ഒരു വലിയ സഹായമാണ് സാർ ചെയ്തത്. എൻ്റെ മനസ്സ് പറയുന്നു ഗോകുലിൻ്റെ കേസിൽ ഇതൊരു വഴിത്തിരിവാകുമെന്ന്. കുറ്റവാളി ഉപേക്ഷിച്ചു പോകുന്ന ചെറിയൊരു തെളിവായിരിക്കും ഏത് വലിയ കുറ്റവും തെളിയിക്കാൻ നിമിത്തമാകുന്നത്. അതെ, താൻ ഏതായാലും ഇതേക്കുറിച്ച് ഗോകുലിനോടൊന്ന് സംസാരിക്കും. കൂട്ടത്തിൽ ബാബുക്കുട്ടൻ്റെ ഡീറ്റെയിൽസും കൂടി തിരക്ക്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബാബുക്കുട്ടനുമായി ഗോകുൽ നല്ല ബന്ധമായിരുന്നു. ശരി സാർ, താങ്ക് യു. അവനെ സഹായിക്കാൻ ഒരു മാർഗവും മുന്നിൽ കാണാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ അവനെ പോയി കണ്ടിട്ടില്ല. അവൻ എന്ത് വിചാരിച്ചിട്ടുണ്ടാവുമെന്നറിയില്ല. ഗോകുൽ നല്ല പയ്യനാ ഹേമന്ത്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അയാൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ആ അതെ, ഞാൻ എന്തായാലും ഗൂഗിളിനെ കണ്ടിട്ട് തിരിച്ചു വിളിക്കാം. താങ്ക് യു സാർ.
എനിക്ക് നമ്പർ ഇട്ടേക്ക് നീ. നാളെയോ? ആ, അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ പറയാം. എല്ലാം പറഞ്ഞ പോലെ ചെയ്യാം. ചേച്ചി വരുന്നു, ഞാൻ പിന്നെ വിളിക്കാം. ആരോടാ നീ ഇത്രയും നേരം സംസാരിച്ചത്? പഠിക്കാനാണെന്നും പറഞ്ഞ് ഇവിടെ വന്ന് കയറിയിട്ട് ഇതാണല്ലേ പരിപാടി? പഠിക്കാൻ തന്നെയാ വന്നത്. ഇടയ്ക്കൊരു കോള് വന്നപ്പോ എടുത്ത് സംസാരിച്ചു. അത് തെറ്റാണോ ചേച്ചി? ആരാ വിളിച്ചത്? എന്താ കാര്യം? എൻ്റെ ഒരു ഫ്രണ്ടാ വിളിച്ചത്. ഞാൻ കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോ ഹോസ്റ്റലിൽ അപേക്ഷ കൊടുത്തായിരുന്നു. അത് റെഡി ആയിട്ടുണ്ടെന്ന് അറിയിക്കാൻ വിളിച്ചതാ. അപ്പൊ നീ ഹോസ്റ്റലിലേക്ക് മാറാൻ തീരുമാനിച്ചോ? അച്ഛനോട് വിളിച്ചു ചോദിക്കണം. അച്ഛൻ സമ്മതിച്ച ഉറപ്പായി ഞാൻ മാറും. എങ്കിൽ അതാ നല്ലത്. അല്ലെങ്കിൽ നീ ഈ കുടുംബത്തിന് കൂടി പേരുദോഷം ഉണ്ടാക്കും. ഈ വീട്ടില് ചിലർ എന്നെ കുറിച്ച് പറയുന്നത് കേട്ട് ചേച്ചി എന്നെ വിലയിരുത്തല്ലേ. സത്യം പറഞ്ഞ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറുന്നത് ഈ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തോണ്ടാ. താല്പര്യം ഉണ്ടാവില്ല. ഹോസ്റ്റലിലാവുമ്പോ ആരും ചോദിക്കാനും പറയാനൊന്നും ഉണ്ടാവില്ലല്ലോ. നിനക്ക് നിന്റെ ഇഷ്ടത്തിന് നടക്കുകയും ചെയ്യാം. ചേച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ എന്താണെന്ന് എനിക്കറിയാം. എന്തായാലും ചേച്ചിക്ക് പണ്ട് പറ്റിയ അബദ്ധമൊന്നും എനിക്ക് പറ്റാൻ പോകുന്നില്ല. ഞാനും ബാലേട്ടനും പറഞ്ഞു പറഞ്ഞു മടുത്തു. അവന്റെ സ്വഭാവവും രീതിയൊക്കെ ആദ്യം അവൻ മാറ്റണം. അവനൊരാണല്ലേ ലതികെ. അവന്റെ രീതിയൊന്നും ഇനി മാറ്റിയെടുക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. പകരം അവന്റെ രീതിക്കനുസരിച്ച് ചീരുവിന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ നോക്കണം. അതിന് ചീരുവിനെ നീ ചെന്നൊന്ന് കാണണം. നിന്റെ ഒരേ ഒരു മകനല്ലേ വിനയൻ. അവന്റെ കുഞ്ഞുങ്ങള് ഇവിടെയല്ലേ വളരേണ്ടത്. ബാലേട്ടൻ വരട്ടെ. മക്കളെ കാണാനെന്നും പറഞ്ഞ് ഞങ്ങളൊന്ന് പോകുന്നുണ്ട്. ആരോ വന്നെന്ന് തോന്നുന്നു. ഞാൻ നോക്കിട്ട് വരട്ടെ. അല്ല, ഇതാരാ വരുന്നേ? വാ, നിനക്കിങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. അമ്മ നിന്നെയും കുഞ്ഞുങ്ങളെയും കുറിച്ച് ഓർക്കാത്ത സമയമില്ല. അച്ഛമ്മയുടെ പൊന്നുമക്കളെ, ഇനി നിങ്ങളെ ഞാൻ എങ്ങോട്ടും വിടില്ല. ആ അമ്പിളി, വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഈ സങ്കടങ്ങൾക്കിടയിലും നീ ചീരുവിനും മക്കൾക്കും കൂട്ടുവന്നല്ലോ. വാ, മക്കളെയും കൊണ്ട് അകത്തേക്ക് വരണ്ട. അല്ല, അച്ഛനെവിടെ അമ്മ? ബാലേട്ടൻ കോഴിക്കോട് പോയിരിക്കുക. ഭാരതി ചേച്ചിക്ക് സുഖമില്ല, അതുകൊണ്ടാ പോയത്. മോള് കാനഡയിൽ നിന്ന് വരുന്നവരെ ബാലേട്ടൻ അവിടെ നിൽക്കേണ്ടി വരും. ആ, നിങ്ങൾ അകത്തേക്ക് വാ. വാ വാ അമ്പിളി, വാ. ആ വെൽക്കം ചീരു, വെൽക്കം. ചീരുവിനെയും കുഞ്ഞുങ്ങളെയും കാണാൻ ഞങ്ങൾ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. മോൾക്ക് മനസ്സിലായില്ലല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ സിംഗപ്പൂരിലുള്ള എന്റെ ലംബോദരൻ ചേട്ടനെ കുറിച്ച്? ഇതാ ആള്. ഐ എം ലംബോദരൻ. അങ്കിൾ എപ്പോ വന്നു? നാട്ടിലെത്തിയിട്ട് 1 വീക്കായി. സിസ്റ്റർ ആണല്ലേ? അതെ, മൂത്ത ചേച്ചി അമ്പിളി. ഹായ്. ആ, നിങ്ങൾ വാ, മക്കളെ ആദ്യം മുറി കിടത്തിയിട്ട് സംസാരിക്കാം. വാ, ഇവിടെ എന്റെ മുറിയിൽ കിടത്താം. വിനീന്റെ മുറി പൂട്ടിയിട്ടാവും പോയത്. നിങ്ങൾ വാ, മക്കളെ ആദ്യം മുറി കിടത്തിയിട്ട് സംസാരിക്കാം. വാ, ഇവിടെ എന്റെ മുറിയിൽ കിടത്താം. വിനീന്റെ മുറി പൂട്ടിയിട്ടാവും പോയത്. ആ, വാ. വിനയൻ പ്രതീക്ഷിച്ചതുപോലെ അവള് കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നല്ലോ. അവനെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം. എത്രയേട്ടാ?
160. അയച്ചിട്ടുണ്ടേ. കൊടുത്തല്ലോ അല്ലേ? അല്ല, നമ്മളിവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതെ, നമുക്കേ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാം. വാ, നമുക്ക് അയാളോട് ചോദിക്കാം. ആ, ചോദിക്കാം. അതെ, ഞങ്ങളെ ഒന്ന് സഹായിക്കാവോ? എന്ത്? ഇവിടെ ഒരു അഡ്വക്കേറ്റ് ജഗന്നാഥൻ എന്ന് പറയുന്ന ആളെ അറിയാമോ? അഡ്വക്കേറ്റ് ജഗന്നാഥനോ? ആ, അതെ. ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. നിങ്ങൾക്ക് പേര് മാറിപ്പോകാൻ തോന്നുന്നു. ജഗന്നാഥൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അല്ല, ഇവിടെ തന്നെയാ. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിയതായിരിക്കും. ഞാനിവിടെ വർഷങ്ങളായിട്ടുണ്ട്. എനിക്കറിയാത്ത വക്കീലന്മാരും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യൂ ആന്റി? ഓ, എനിക്കറിയത്തില്ല ഹർഷേ. ഏതായാലും കുറച്ചു നേരം കൂടി നോക്കാം. ആന്റി, ദേ, ഇതല്ലേ നമ്മൾ അന്വേഷിച്ചത് വക്കീല്? ആ, ശരിയാണല്ലോ. നമസ്കാരം വക്കീലേ. നമസ്കാരം. നിങ്ങളെന്താ ഇവിടെ? അല്ല, ഞങ്ങള് സാറിനെ കാണാൻ വന്നതാ. എന്താ കാര്യം? സുന്ദറിന്റെ കാര്യം ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാ. ഓ, സുന്ദർ. അദ്ദേഹം വന്നില്ല ഇതുവരെ? ഇല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് അയാളുടെ ഒരു വിവരവും ഇല്ല. അതെ സാറേ, ഹൈദരാബാദിൽ പോയ ശേഷം അയാൾ വിളിക്കുന്ന പോലുമില്ല. അയാളുടെ മകന് ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് താമസിപ്പിച്ചിരിക്കുക. ആണോ? അയാള് വളരെ തിരക്കുള്ള ബിസിനസ്സുകാരനല്ലേ? അതായിരിക്കും വിളിക്കാൻ പറ്റാത്തത്. നിങ്ങൾ പേടിക്കണ്ട. അയാളുടെ മകൻ നിങ്ങൾക്കൊപ്പം ഇല്ലേ? പിന്നെ സുന്ദർ വരാതിരിക്കില്ല. അതല്ല സാറേ, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ശ്യാമിന് വേണ്ടി ഇപ്പൊ തന്നെ നല്ലൊരു തുക മുടക്കി കഴിഞ്ഞു. അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. 1ഉം 2ഉം അല്ല, 24 കോടിയാ. അതിന്റെ അവകാശികള് നിങ്ങളുടെ മകളും കുഞ്ഞുവാ. ആന്റിയുടെ ടെൻഷൻ കൊണ്ട് ഞങ്ങൾ ഇവിടെ വരെ വന്നത്. അതെ സാർ, സാറൊന്ന് സുന്ദറിനെ വിളിക്കണം. ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. സാറിനെ കൂടി വിശ്വസിച്ചാ ഞങ്ങൾ ഇതെല്ലാം ചെയ്തത്. ശരി, നിങ്ങൾ ടെൻഷൻ ആവൊന്നും വേണ്ട. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സുന്ദർ ആരെയും ചതിക്കുന്ന ആളല്ല. പിന്നെ നിങ്ങളുടെ സമാധാനത്തിന് ഞാൻ അയാളെ വിളിക്കാം. നിങ്ങളെന്ന് വിളിക്കാനും പറയാം. എന്താ പോരെ? മതി, അത്രയും മതി. താങ്ക് യു സർ. എനിക്ക് 1-2 അത്യാവശ്യമുണ്ട്. ഒരു ക്ലയന്റ് കാണാൻ വരും. നിങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യേ. ഞാൻ ഉടനെ വരാം. എന്നിട്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. പോരെ? മതി സർ, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം. ശരി എന്നാ. ശരി. ആന്റിക്ക് ഇപ്പൊ സമാധാനമായില്ലേ? ഓ, സത്യം പറഞ്ഞ ഇപ്പഴാ ജീവനൊന്ന് നേരെ വീണത്. അല്ല, ആ പൈസ ഓർത്ത സോനിയുടെ ജീവിതത്തിലേക്ക് ശ്യാമിനെ വീണ്ടും കൊണ്ടുവന്നത്. അതുകൂടി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഏതായാലും കാര്യങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാവും. വക്കീൽ എന്തായാലും വരട്ടെ. അതെ. ഓ, ഹർഷവാ, നമുക്കൊരു ചായ കുടിക്കാം. ഇവിടെ ഇവിടെ രണ്ട് സീനിയർ സ്റ്റുഡൻസ് താമസിച്ചുകൊണ്ടിരുന്ന റൂമാ. ഒരുത്തി ടി.സി. വാങ്ങിപ്പോയി, വേറൊരുത്തി അവധിയില്ല. താമസിയാതെ വന്നേക്കും. സീനിയേഴ്സിന് ഇവിടെ അധികാരം കൂടുതലാ. എവിടെയാണെങ്കിലും അങ്ങനെയാണല്ലോ. അവർക്കുള്ള റെസ്പെക്ട് കൊടുത്താ പ്രശ്നമൊന്നുമില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളാം മാഡം. ഓക്കെ. ഹോസ്റ്റല് കിട്ടാൻ കുട്ടികൾ ക്യൂവാ. കുട്ടി അഡ്മിഷന്റെ ഇടയിൽ തന്നെ അപേക്ഷിച്ചത് കൊണ്ടാ ഇതിപ്പോ കിട്ടിയത്. ഈ സമയത്ത് തന്നെ ഇങ്ങനൊരു ഒഴിവ് വന്നത് ഞങ്ങൾക്ക് വലിയ സഹായമായി മാഡം.
ഞങ്ങളെല്ലാവരും നാട്ടിലേക്ക് താമസം മാറി. മഞ്ചാടി ഇവിടെ ഒരു ബന്ധുവീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിലെ സ്വാതന്ത്ര്യമൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഹോസ്റ്റലിലെ നിയമങ്ങളൊക്കെ അറിയാലോ. അറിയാം മാഡം. എന്റെ ക്ലാസ്സിലെ 2 ഫ്രണ്ട്സ് ഇവിടെ താമസിക്കുന്നത്. ഓക്കെ, ദാ ചാവി. ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ലേ? പോകുന്നുണ്ട് മാഡം. ബാഗ് റൂമിൽ കൊണ്ടുവച്ചിട്ട്. ശരി, എന്നാ പോയിക്കോ. ഓ, ആ ശരി ശരി. മാഡം. വാ മോളെ. എന്നാ അച്ഛൻ പോയിക്കോ. റൂമിലേക്ക് അച്ഛന് വരാൻ പാടില്ല. ഞാൻ ബാഗ് വെച്ചിട്ട് കോളേജിൽ പോയിക്കോളാം. മോളെ, വാടൻ പറഞ്ഞൊക്കെ കേട്ടല്ലോ. കൂടെ താമസിക്കുന്നവരുമായി നല്ല സ്നേഹത്തിലും സഹകരണത്തിലും പോകാൻ നോക്കണം. പ്രത്യേകിച്ചും സീനിയേഴ്സ് ആണെങ്കിൽ സ്വന്തം ചേച്ചിമാരെ പോലെ തന്നെ കരുതി ക്ഷമിച്ചും ബഹുമാനിച്ചും അവരുടെ കൂടെ നിൽക്കണം. അതൊക്കെ എനിക്ക് അറിയാച്ചാ. അച്ഛൻ ഇനി എന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. ശബരിയേട്ടന്റെ വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നെങ്കിൽ എനിക്ക് പഠിത്തം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നേനെ. ആ വീട്ടിലെ ചിലരുമായി പൊരുത്തപ്പെട്ടു പോകാൻ നിനക്ക് കഴിയില്ല എന്ന് അച്ഛനറിയാം. അതുകൊണ്ടാ ഇങ്ങനൊരു അവസരം വന്നപ്പോ വേഗം തന്നെ മാറിക്കൊള്ളാൻ ഞാൻ തന്നെ പറഞ്ഞത്. മോളെ, നിന്റെ പഠിത്തമാണ് അച്ഛന് പ്രധാനം. അതിന് തടസ്സമായി വരുന്നതെല്ലാം ഈ അച്ഛൻ മാറ്റിത്തരും. പക്ഷേ മോള് വീണ്ടും വീണ്ടും അച്ഛന് തന്ന വാക്ക്, പഠിച്ച് ഉന്നത സ്ഥാനത്തെത്തി അച്ഛന് അഭിമാനമായി തീരുമെന്നുള്ള വാക്ക്, അതെന്റെ മോള് പാലിക്കണം. അച്ഛാ, അച്ഛൻ എന്നെ വിശ്വാസമില്ലേ? ഞാൻ എന്റെ ലക്ഷ്യം മറന്ന് പ്രവർത്തിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? എന്റെ മോളെ എനിക്ക് വിശ്വാസം. പക്ഷേ നിനക്ക് ചുറ്റിലുമുള്ള ചിലരെ എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. അച്ഛൻ ആരുദ്ദേശിച്ച് ഇങ്ങനെ പറയുന്നേ? എന്നെ ആരെങ്കിലും വഴിതെറ്റിക്കുമെന്ന് അച്ഛൻ ഭയക്കുന്നുണ്ടോ?